ഹായ് ഹലോ, ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ബിഗിനേഴ്സിനും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എന്ന സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നെയ്യ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 3 ഗ്രാമ്പൂ, 4 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട, 1 ബേ ലീഫ്. ഇനി അതിലേക്ക് ഒരു സവോള ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നാൽ മതിയാകും. ഇപ്പോൾ സവോള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കപ്പ് ജീരകശാല അരി 15 മിനിറ്റോളം കുതിർത്ത് ഡ്രെയിൻ ചെയ്ത അരിയാണിത്. ഇനി നമുക്കിതൊന്ന് 30 തൊട്ട് 40 സെക്കൻഡ് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണേ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് 8 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു 4 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം വെള്ളമെല്ലാം വറ്റി ചോറും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് കാഷ്നട്ടും സവോള വറുത്തതും കിസ്മിസും എല്ലാം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. ബാക്കി സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാലേ ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നെയ്ച്ചോറിന്മേ പിടിക്കത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ നല്ല ബീഫും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് കഴിച്ചു നോക്കാം. ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ? എന്നാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.